ഇറാ പ്ലസ് ആണ്. ഇത് 62,000 കിലോമീറ്റർ ഓടിയാണ്. 1,60,000 കൊടുക്കാം. 1,60,000. 1,38,000. വാഗണർ VXI. ഓക്കെ. 2009 സെക്കൻഡ് ഓണർഷിപ്പ്. 2022 മോഡൽ ആൽഫ ബട്ടൺ സ്റ്റാർട്ട്. അലോയ് വീൽ ഒക്കെ ഇതിലുള്ള ഫുൾ ഫിറ്റഡ് വണ്ടി. കാൽപോൺ രജിസ്ട്രേഷൻ. 18,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. എങ്ങനെ പ്രൈസ് വരുന്നത്? ഒരു വണ്ടി നിങ്ങൾ എടുക്കാൻ പോവാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അത്രക്കും ബെറ്റർ. ചെറുവണ്ടികൾ, അതായത് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി കാറുകളാണ് ഇവിടെ ഉള്ളത്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. നമ്മൾ വീണ്ടും നമ്മുടെ ഷൗക്കത്ത് ഖാൻ എടുത്തെത്തിയിട്ടുണ്ട്. കോവൂര് ഷൗക്കത്ത് ഭായിന്റെ ഓഫർ ഉണ്ടോ? ഈസ്റ്റർ, വിഷു, പെരുന്നാൾ അടിച്ചു പൊളിച്ചു. ഇനി അടിച്ചു പൊളിക്കാനുള്ളത് 3 മാസം നമുക്ക് അടിച്ചു പൊളിക്കണം. നിർബന്ധമാണ്. ക്യാമറ ഒക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2 വീലർ ഓടിക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഫുള്ള് കാറിലേക്ക് മാറും. അതുകൊണ്ടാണ് 3 മാസം അടിച്ചു പൊളിക്കാറേ. അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? ഞാനത് ഉദ്ദേശമല്ല പറഞ്ഞത്. ഞാൻ ഇനിയുള്ള 3 മാസം അടിച്ചു പൊളിക്കാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ടാണ് വീണ്ടും നമ്മളെ ഷൗക്കത്ത് ഖാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഷൗക്കത്ത് സ്പോട്ട് വിടാം. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോവൂര് നമ്മളെ പുതിയ ബൈപ്പാസ് 300 മീറ്റർ താഴെയാണ് നമ്മുടെ ഷോറൂം. എക്സോട്ടിക് ഡ്രൈവ് ആണ് വരുന്നത്. ഒരുപാട് ചെറുവണ്ടികൾ, അതായത് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി കാറുകളാണ് വരുന്നത്. 80,000 99,000 110 ചെറിയ ലെവലില് അല്ലെ. ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിലൊരു കാർ. വീഡിയോ എല്ലാ മാസവും ഒരു വീഡിയോ എന്തായാലും യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. പഴയ വണ്ടികളൊക്കെ പോയിക്കുന്നു കഴിഞ്ഞ മാസം വീഡിയോ ചെയ്തിട്ട്. ഈ മാസം പുതിയ വീഡിയോ ചെയ്യാണ്, പുതിയ വണ്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ബിഗ് സല്യൂട്ട്. പ്രത്യേകിച്ച് NRIs കസ്റ്റമർ, മുക്താർ ഭായിന് ഒരുപാട് കസ്റ്റമറിന് സ്നേഹിക്കുന്ന ആളുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയാണ്. ഓക്കെ. പിന്നെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിക്കുന്നുണ്ട്. ഈ വണ്ടികൾ കാണിച്ചിട്ട് നിങ്ങൾ എന്താ ഗ്യാരണ്ടി അങ്ങനെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഗ്യാരണ്ടി ഒന്നും കൊടുക്കുന്നില്ല. കസ്റ്റമർ നേരിട്ട് വരിക, വണ്ടി ഓടിച്ചു നോക്കുക. കസ്റ്റമർക്ക് ഹിസ്റ്ററി വേണേൽ ഹിസ്റ്ററി എടുത്തു കൊടുക്കും. ഹിസ്റ്ററിയുള്ള വണ്ടിയാണെങ്കിൽ കസ്റ്റമർക്ക് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ആൾക്ക് ഓക്കെ ആണ് മാത്രം പർച്ചേസ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ഷോറൂമിൽ വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ, അതിന്റെ അപ്പുറത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഓഫർ ഉണ്ട്. 80,000 സാൻഡ്രോ വരുന്നുണ്ട്, I10 വരുന്നുണ്ട്, 99,000 ഐറ്റം വരുന്നുണ്ട്, ആൾട്ടോ വരുന്നുണ്ട്. ചെറിയ വണ്ടികളിൽ നിന്ന് ഒരുപാട് വണ്ടികളുണ്ട്. ഈ ഒരു ചെറിയൊരു സെഗ്മെന്റ് അല്ലാതെ കുറച്ച് കൂടിയ ടൈപ്പ് തൊട്ടപ്പുറം വരുന്നുണ്ടല്ലേ. അതും കാണിച്ചുതരാം. ചൗക്കത്ത് പോയി ഉഷാറില്ലാത്ത എന്താ? കഴിഞ്ഞ പ്രാവശ്യം റമദാൻ ഇനി നോമ്പൊക്കെ ആയിരുന്നു. ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉഷാറില്ല. നമുക്ക് ആൾട്ടോ തന്നെ തുടങ്ങാം. കേൾപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വണ്ടിയാണ്. 2009 ഓൾട്ടോ LXI 81,000 കിലോമീറ്റർ ഓടിയ 89,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 1,13,000 ചോദിക്കുന്നത്. 1,13,000 ചോദിക്കുന്നത്. ഓപ്ഷൻ AC പവർ സ്റ്റാറിംഗ് LXI. ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? കസ്റ്റമർ, ഞാൻ മുക്താർ ഭായി വീഡിയോയിലെ കസ്റ്റമർ ഒന്നും പറയില്ല. കസ്റ്റമർ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടാൽ എന്നാൽ ചെയ്യുന്ന പരമാവധി ഞാൻ ചെയ്തു കൊടുക്കും. മാക്സിമം 1,13,000 മൂപ്പർ ചോദിക്കുന്നത്. അതിൽ നിന്ന് മാക്സിമം ചെയ്തു കൊടുക്കുന്ന പറഞ്ഞത്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഏതെങ്കിലും വണ്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കസ്റ്റമർ ഇവിടെ വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. അപ്പൊ അത് വിളിച്ചിട്ടുണ്ട്, കസ്റ്റമർ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 1,13,000 2009 ആൾട്ടോ LXI ചോദിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് I10 ആണ് വരുന്നത്. I10 ഏതാ മോഡൽ? 2009 I10 ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള മാഗ്ന പ്ലസ്. നമുക്ക് 99,000 കൊടുക്കാം. 99,000 കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് ഒരു 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ആവറേജ് വണ്ടിയാണ്. എന്നാലും താൽക്കാലികമായി കസ്റ്റമർക്ക് ഒരു കൊല്ലം സുഖമായിട്ട് എന്ത് ചെയ്യാം, റിന്യൂവൽ എടുക്കാൻ ഒരു കൊല്ലം കൂടി ഉണ്ട്. ഒരു 11 മാസം കൊണ്ട് റിന്യൂവൽ ടൈം ഉണ്ട്. അപ്പൊ കസ്റ്റമർക്ക് മാക്സിമം 1.2 എഞ്ചിനാണ്. നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ടയറൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. എന്തായാലും നോക്കാം. ഒരു 99,000 ചോദിച്ചത്. അതിൽ നിന്ന് ഇനി കുറയ്ക്കണോ? ഞാനൊരു കാര്യം പറയട്ടെ. 99,000 പറഞ്ഞു കൊടുത്ത് 90,000 പറഞ്ഞാലും 80,000 പറഞ്ഞാലും ഞാൻ ചോദിക്കും, കുറപ്പിച്ച് ചോദിക്കും. കാരണം ഈ സബ്സ്ക്രൈബേഴ്സ് ഇന്നെ വിശ്വസിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വന്നോട്ടെ. ഞാൻ പറഞ്ഞ എക്സോ ഡ്രൈവില് ഈ May 1 May 2 ഒക്കെ ഓപ്പണാ. ശനി ഞായറൊക്കെ ഓപ്പണാ. കാരണം അപ്പൊ ഞായറാഴ്ച ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങളെ വീഡിയോ വരെ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ അവർ വന്ന് വണ്ടി നോക്കി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ മിക്ക കസ്റ്റമറോടും പറയുന്നത്, സബ്സ്ക്രൈബേഴ്സോടും പറയുന്നത്, ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ ഇതാ ഇപ്പൊ 3:40
നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു മണിക്കൂർ ഇവിടെ മിക്കുള്ള വണ്ടികൾക്കും റേറ്റ് കുറപ്പിക്കുന്ന പരിപാടി കേട്ടോ. അല്ല അത് മാത്രമല്ല, മൂപ്പർ ഓരോ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മൂപ്പർ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയോടുകൂടി ഓരോ വണ്ടിയുടെ ക്വാളിറ്റിയുടെ മൂപ്പർ നോക്കുന്നുണ്ട്. അത് വലിയ സമാധാനം. കാരണം ഇതൊക്കെ മനസ്സിലാവില്ല അത്യാവശ്യം. ഞാൻ മറ്റുള്ള ബ്ലോഗർമാരെ കുറ്റം പറയല്ല. ഡെയിലി വീഡിയോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. എനിക്ക് കിട്ടണ 4 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഉള്ള വൃത്തിക്ക് നല്ല വന്നാലുള്ളൂ ഞാൻ വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ ആൾട്ടോ 800 ആണ് വരുന്നത്. ഇത് 2014 മോഡല്, 82,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ, കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് റീപ്ലേസ് ഒന്നുമില്ല. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് നമുക്ക് 2,19 കൊടുക്കാം. 2,19 ലാസ്റ്റ് കൊടുക്കാം. ഒരു 1,80 ലോണും കൊടുക്കാം. 30,000 40,000 രൂപ വണ്ടി കസ്റ്റമർക്ക് സുഖമായി ഉപയോഗിക്കാം. 2014 മോഡൽ LXI വണ്ടി ഓണർഷിപ്പ് ആണ് വരുന്നത്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ലാത്ത വണ്ടി. ഓക്കെ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സാൻഡ്രോ ആണ്. ചെറിയൊരു പൈസക്ക് ഒരു സാൻഡ്രോ സ്വന്തമാക്കാം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൈസിൽ എന്താ വേരിയേഷൻ ആയിട്ട് തോന്നുമല്ലേ? അല്ല, ഇതെന്താ സംഭവം വെച്ചാൽ ഇതൊരു കസ്റ്റമർ പാർക്കിൻസിൽ വണ്ടിയാണ്. കസ്റ്റമർക്ക് 80,000 രൂപ കൊടുക്കണം. 2005 മോഡല്, പുതിയ പേപ്പറിലെ, 2025 വരെ പേപ്പറിലുള്ള നല്ല ക്വാളിറ്റി വേണം. വണ്ടി കാണുമ്പോൾ കസ്റ്റമർ വന്ന് ഒരു 80,000 രൂപ ഒരു കാർ എടുക്കെങ്കിൽ 2025 വരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി കാറാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പ്രൈസ് കൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഷൗക്കത്ത് ഭായി, സാൻഡ്രോ 2005 മോഡൽ ചെറിയൊരു പ്രൈസിൽ വേരിയേഷൻ. അതുകൊണ്ടാണ് ഞാൻ കസ്റ്റമർ വണ്ടിയാണ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഞാൻ പിന്നെ ഇതൊക്കെ ഓക്കെ ആയിട്ട് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കാണുമ്പോൾ പുറത്തും തന്നെ കാണുമ്പോൾ ഓക്കെ. ലാസ്റ്റ് 80 റുപ്യ കുറയാണ്ടാണ്. കാരണം കസ്റ്റമർ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട കസ്റ്റമറാണ്. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഇയോണ്. ഇത് 2013 ഇറ പ്ലസ് ആണ്. ഇത് 62,000 കിലോമീറ്റർ ഓടിയാണ്. 1,60,000 രൂപ കൊടുക്കാം. 1,60,000 രൂപ. 2013 എത്ര? 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ എന്താ പാട്? കുഴപ്പമില്ലാത്തൊരു ഇന്ത്യയിലും കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് 1,60,000. എത്ര ലോൺ കയറും? ഇതും അത്യാവശ്യം 1,30,000 രൂപ ലോൺ കയറും. ഒരു 30,000 രൂപ വണ്ടി ഇവിടെ നടക്കാൻ. 2013 ഇറ വണ്ടി, ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് വാഗ്നർ ആണ്. KL18 വാടക രജിസ്ട്രേഷൻ അല്ലേ? 2009 മോഡല്, ഒരു 10 മാസം പേപ്പറുള്ള വണ്ടിയാണ്. 1,38,000 രൂപ. വാഗണർ VXI. ഓക്കെ. 2009 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഇപ്പൊ കൊണ്ടുവച്ചിട്ടുള്ളൂ. ഓക്കെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. അത്യാവശ്യം വൃത്തി എന്നേ ഉള്ളൂ, പൂർണ്ണമായും പറയുന്നില്ല. അല്ല, കസ്റ്റമർ വന്ന് നോക്കിയോളൂ. ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ കസ്റ്റമർക്ക് വണ്ടി നോക്കാം. എത്ര ചെയ്യാം? ഞാൻ 1,38 പറഞ്ഞ് കൂടുതൽ കുറയാണ്ടാവും. എന്തൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വന്ന് ടാറ്റന്റെ ഇൻഡിഗോ വിസ്റ്റ. ഇതാണ് ക്വാർട്ടർജെറ്റാണോ? 2011 ക്വാർട്ടർജെറ്റ് ആണ് വരുന്നത്. എത്ര ഓണർഷിപ്പാണ്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ ഓടിക്കുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പാണ്. തട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ഒന്നുകൂടി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയ ഒരു സീറ്റ് കവർ ഇട്ടാൽ വണ്ടി വൃത്തിയാവും. കാരണം ഈ പുതിയ വണ്ടികൾ കുറച്ചെണ്ണം പുതിയ വണ്ടികൾ പെട്ടെന്ന് കയറിയാ. ഇന്നലെ ഇന്നും മെനിയാന്നൊക്കെ കയറിയ വണ്ടികളാണ്. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഓരോന്നോരോന്നായിരിക്കും. ഇതിപ്പോ പ്രൈസ് അങ്ങനെ വരുന്നത് ₹1. ലാസ്റ്റ് ഇനി കൊറേ ചോദിക്കാറ്. കാരണം ഞാൻ 1,5 1,10 ചോദിക്കാൻ വിചാരിച്ചു. മുസ്താറായി 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത്. അവിടെ ₹1 പറഞ്ഞേ, ₹1 കൊടുക്കാൻ നോക്കുമ്പോ എന്തെങ്കിലും ചെയ്യാം. കസ്റ്റമർ പരമാവധി ആൾക്കാർ ഇത് കാണുമ്പോൾ നമുക്ക് വിളിക്കുമ്പോൾ കസ്റ്റമർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കാണും. അപ്പൊ ഇൻഡിഗോ വിസ്റ്റ ക്വാർട്ടർജെറ്റ് ഇത്ര വില അല്ല, ഇത്ര വില കിട്ടുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൊടുക്കാൻ വേണ്ട റേറ്റിൽ നമുക്ക് കൊടുക്കാം. ഹോണ്ട പ്രിയോ 2011 മോഡൽ. ഏത് ഓപ്ഷൻ വരുന്നത്? എസ് ഓപ്ഷൻ പ്രിയോ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 62,000 കിലോമീറ്റർ ഓടി. കണ്ണൂർ രജിസ്ട്രേഷൻ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ ഉപയോഗിച്ചാണ് കാര്യമാക്കണ്ട. വണ്ടി നോക്കിയാൽ മതി. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലല്ലേ വരുന്നത്. എങ്ങനെ പ്രൈസ് വരുന്നത്? 2,65. ലാസ്റ്റ് 2,60,000 കൊടുക്കും. എത്ര ലോൺ കയറും? ₹1 കയറും. അതായത് ഒരു 1,10 വണ്ടി പോലെ നടക്കല്ലേ? വില കുറവില്ലാന്ന് പറയരുത്. ഞാൻ 2,60 ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ വിലക്ക് 2,60 അതിന് ഇനിയും കുറയ്ക്കാലോ നമുക്ക്. ഇനി കുറയ്ക്കരുത്. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത്
ഇയോണാണ് വരുന്നത്. ഇയോൺ മാഗ്ന പ്ലസ് 2014 മോഡൽ. 2014 മോഡൽ മാഗ്ന പ്ലസ്. കോഴിക്കോട് സിംഗിൾ ഓണർ വണ്ടിയാ. കിലോമീറ്ററോ? ഇത് 67,000 കിലോമീറ്റർ ഓടിക്കുന്നു. സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ, സെറ്റ് ഒക്കെ മാഗ്ന പ്ലസിൽ വരുന്നതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാനോ ഒരു 2.23 കൊടുക്കാം. 2.23. എന്താ 23 കണക്ക്? അല്ല, അങ്ങനെ കണക്കൊന്നും 2023 ആയോണ്ടോ? അങ്ങനെയൊന്നുമില്ല. കസ്റ്റമർക്ക് മാക്സിമം ലോൺ കിട്ടണം. ഒരു 1.80 ലോൺ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി കൊണ്ടുപോകും. 40-43 റുപ്യയുടെ വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഈ ബമ്പറിന്റെ കോർണർ അങ്ങനെ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി വേണം. കുഴപ്പമില്ല, വണ്ടി ക്വാളിറ്റി വണ്ടിയാ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ സെലേരിയോ. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഇത് 2015 മോഡൽ VX ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. ഒരുപാട് കസ്റ്റമർ വാഗണർ ആയിട്ടും സെലേരിയോ ആയിട്ടും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വാഗണർ കാണിച്ചിരുന്നു. അപ്പൊ അത് സെയിലായി പോയിട്ടുണ്ട്. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 മോഡൽ 3.5 ലക്ഷം രൂപ നമുക്ക് കസ്റ്റമർക്ക് ലോൺ എടുക്കാം. 1 ലക്ഷം രൂപയുടെ കസ്റ്റമർക്ക് വണ്ടി ഇറക്കാം. അപ്പൊ 4 ലക്ഷം രൂപ. 4,500 രൂപ. എത്ര? ഏതാ മോഡൽ പറഞ്ഞത്? 2015 VX. അഡീഷണലി നമ്മുടെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, LCD സെറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ, സെൻട്രൽ ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വിൽക്കുമ്പോ ഒന്നും കൂട്ടൂല. അങ്ങനെ എന്നാലും ഉണ്ടല്ലോ LCD ഒക്കെ കസ്റ്റമർ ചെയ്തല്ല, നമ്മൾ ചെയ്തല്ലോ. നമ്മൾ ചെയ്താ ഞങ്ങൾ വിറ്റ് രണ്ടാമത്തെ ബൈബാക്ക് ഓഫറിൽ എടുത്ത വണ്ടിയാ. നിങ്ങൾ ചെയ്താലും അതൊന്നും കൂട്ടരുത്. വണ്ടിക്ക് ഇപ്പൊ 4,5 ലക്ഷം രൂപ. 2015 മോഡല്. എത്ര? 3.5 വരെ ലോൺ കിട്ടും. അതായത് 75,000 വണ്ടി കൊടുക്കണം. 75,000 വണ്ടി. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ ആണ് വരുന്നത്. ആൾട്ടോ കേട്ടൺ 2010 മോഡൽ. 2010 മോഡൽ കേട്ടൺ LXI ആണ്. VX ഓപ്ഷൻ ആക്കിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ ആക്കിയിട്ടുണ്ട്. സാധാരണ VXI 2 ഡോർ ഉണ്ടാല് 4 ഡോർ ആക്കിയിട്ടുണ്ട്. കേരള 58 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ബ്ലാക്ക് കളർ ആണ്. കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. ഒന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. എന്താ ഇന്ത്യയിലൊക്കെ പാട്? ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല. ഇന്ത്യയിൽ ഏത് ലോക്കാണല്ലേ? ഇതെങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 1.55. 2010 മോഡൽ. എത്ര ലോൺ വരും? ലോൺ ₹1 മഹീന്ദ്ര ലോൺ കൊടുക്കാം. എന്തായാലും ഒരു മഹീന്ദ്ര ₹1 വരെ കൊടുക്കാം. 55,000 വണ്ടി ഇവിടെ ഇറക്കാം. പ്രൈസ് മൂപ്പര് പറയണമെന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. മാക്സിമം മൂപ്പര് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാലേ, നമ്മുടെ കസ്റ്റമർ വീഡിയോ കണ്ടിരുന്ന കസ്റ്റമറോട് ചെറിയ കാര്യം പറയാന്ന് വെച്ചാൽ, എല്ലാ കസ്റ്റമറും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ലോൺ കിട്ടുമെന്ന് വെച്ചിട്ട് ആദ്യം ഡോക്യുമെന്റ് അയക്കുന്നത് നമ്മളെ ഡോക്യുമെന്റിന്റെ ക്വാളിറ്റി പോലെ ഉണ്ടാവും ലോണ് അവൈലബിൾ. സിവിൽ ട്രാക്ക്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മിക്ക വീഡിയോയിലും ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോണെന്ന് ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഒരു വണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു പ്രോസസ്സിംഗ് ചാർജ് പറഞ്ഞ ഒരു 7,000-8,000 രൂപ പോകും. അത് കഴിഞ്ഞിട്ട് ലോൺ ഒരു അടവ് തെറ്റിക്കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആവും. കഴിഞ്ഞിടത്തോളം ഇവിടെയുള്ള മിക്ക വണ്ടികളും ബഡ്ജറ്റ് വണ്ടികളാണ്. കഴിഞ്ഞിടത്തോളം ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ റെഡി ക്യാഷ് ഉണ്ട്. ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് വെച്ചിട്ടെങ്കിലും റെഡി ക്യാഷ് കുറച്ചേ വരുള്ളൂ. ചില കസ്റ്റമർ ഞാൻ തന്നെ പറയും, സാർ 80 രൂപ ലോൺ എടുക്കുന്ന കസ്റ്റമർ സാർ ലോൺ എടുക്കണ്ട. കാരണം ഒരു ചെക്ക് ബൗൺസ് 550 രൂപ പിടിക്കും. ഒരു ബൗൺസ് ആയി കഴിഞ്ഞാൽ ട്രാക്കിന് ബാധിക്കും. പല അതിനെക്കൊണ്ട് മാക്സിമം നിങ്ങൾ റെഡി ക്യാഷ് എടുത്തിട്ട് വണ്ടി എടുക്കാന്നായിരിക്കും ബെറ്റർ. അതാവുമ്പോൾ നിങ്ങൾ രാവിലെ വരാം, വൈകുന്നേരം വണ്ടി എടുത്ത് പോകും. മാത്രല്ല ആൾക്ക് പിന്നീട് ഉണ്ടാകുന്ന എന്തെങ്കിലും എല്ലാ മാസം ഒരുപാട് ആയിക്കോണമെന്നില്ലല്ലോ. ഒരടവ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ നമ്മളെ സമയം നമുക്കൊന്നാണ് കസ്റ്റമർക്ക് നേരെ കസ്റ്റമറുടെ പേര് ഡോക്യുമെന്റ് ആക്കാൻ 1000 രൂപ നെയിം ട്രാൻസ്ഫർ 800 രൂപ 1000 രൂപ വരുന്നുള്ളൂ. അത് കസ്റ്റമർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ക്യാഷ് ആകുമ്പോൾ വേറെ ഒരു ഇതുണ്ട്. മൂപ്പരിപ്പോ പറഞ്ഞ പ്രൈസ് നമുക്ക് മാക്സിമം ഇത് പിടിച്ച് വാങ്ങാൻ കുറപ്പിക്കുക. വീഡിയോ പറഞ്ഞ എല്ലാ കസ്റ്റമറും അറിഞ്ഞോട്ടെ. 2021 മോഡല് 1000cc RXT കിഡ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. കോഴിക്കോട് രജിസ്ട്രേഷൻ. കിലോമീറ്റർ 18,000 കിലോമീറ്റർ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇന്ത്യയിലൊക്കെ നല്ല പക്ക വണ്ടി. നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത്. ടയറൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വില പറഞ്ഞോളി. ഞാൻ വില പറഞ്ഞാല് വേണ്ട, ആ പരിപാടിക്ക് ഞാനില്ല. നിങ്ങളായിട്ട് റേറ്റ് നിങ്ങൾ തന്നെ പറഞ്ഞത്. എത്ര അയക്കുന്നാലും ഏതാ മോഡൽ പറഞ്ഞത്? 2021. നിങ്ങൾ എത്ര വയ്ക്കുന്നത്? 410. അതിന് കുറയ്ക്കാണ്ടോ? 4 രൂപ. ഞാൻ എത്ര പറയാൻ പോയത്? 3.5 രൂപ. 4 രൂപ കൊടുക്കും. 4 രൂപ ലാസ്റ്റ്. എത്ര ലോൺ കയറും? ഒരു പക്ഷേ എനിക്ക് ഫുൾ ലോൺ കയറാൻ സാധ്യതയുണ്ട്. ഫുൾ ലോൺ ആണ് കയറാൻ സാധ്യത. 4 രൂപന്റെ വണ്ടി 2021 RXT ഫുൾ ഓപ്ഷൻ വണ്ടി 4 രൂപ മുകളിൽ ലോൺ കയറും അല്ലേ? ഓക്കെ. അപ്പൊ ചെറിയ പൈസ ഒന്നും വേണ്ട. ഈ ഒരു വണ്ടി നല്ല ഡോക്യുമെന്റ് ക്ലിയർ ആണെങ്കിൽ കസ്റ്റമർ പൈസ ഒന്നും വേണ്ട. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ ഇഗ്നിസ് ആണ്.
2022 മോഡൽ ഇഗ്നീസ് 9.5 ലക്ഷം റുപ്യ ഇന്നത്തെ മാർക്കറ്റ് വില. 2023 ഇന്നത്തെ മാർക്കറ്റ് റേറ്റ്, ഇന്നത്തെ ഇഗ്നീസിന്റെ വില. 2022 മോഡൽ ആൽഫ ബട്ടൺ സ്റ്റാർട്ട് അലോയ് വീലൊക്കെ ഇതിലുള്ള ഫുൾ ഫിറ്റഡ് വണ്ടി. ക്യാമ്പ് രജിസ്ട്രേഷൻ 18,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. 7 ലക്ഷം റുപ്യ 8 ലക്ഷം റുപ്യ 9.5 ലക്ഷം റുപ്യ ഞങ്ങൾ പറഞ്ഞത്. 9.5 ലക്ഷം റുപ്യ 7 ലക്ഷം റുപ്യ. എത്ര ലോൺ കയറും? ലോണിക്ക് 6 ലക്ഷം റുപ്യ 5.5-6 ലക്ഷം റുപ്യ ലോൺ കയറാൻ മതിയാവും. നിലവിൽ നല്ല ഓഫർ ഇപ്പൊ കിട്ടുന്നുണ്ട് കസ്റ്റമർ. ഞാൻ വണ്ടി കൊടുത്തിട്ടില്ല, കാരണം ഈ വണ്ടി വേണ്ട കസ്റ്റമർ വരും, അത് തീർച്ചയാണ്. ചിലവർ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. വണ്ടി വേണ്ട ഒരു കസ്റ്റമർ എന്തായാലും ഇഗ്നിസിന് വരും, കാരണം നല്ല സൂപ്പർ വണ്ടി 18,000 കിലോമീറ്റർ പറ്റിയ സാധനം. 18,000 കിലോമീറ്റർ ഓടിച്ചോളൂ. സിംഗിൾ ഓണർഷിപ്പ്, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് വില ഏകദേശം 9.5 ലക്ഷം വരുന്ന വണ്ടി. 25,000 ഓഫർ ഉണ്ട്. ഞാൻ ഇന്ന് വില എടുത്താ കസ്റ്റമർക്ക് വേണ്ടി ഷോറൂമിൽ ചെക്ക് ചെയ്താൽ, അതായത് ഇതിന്റെ നമ്പർ കാര്യങ്ങൾ ഈ ഹിസ്റ്ററി കാര്യങ്ങൾ വേണമെങ്കിൽ ഷൗക്കത്മാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പോപ്പുലർ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ടൊയോട്ടന്റെ യാരിസ് പെട്രോൾ ഓട്ടോമാറ്റിക് 2019 മോഡൽ 12,000 കിലോമീറ്റർ ഓടി. വെറും 12,000 കിലോമീറ്റർ. ഈ ഒരു സെഗ്മെന്റ് ഫുള്ളും കിലോമീറ്റർ കുറഞ്ഞ ഇയർ കൂടിയാണല്ലോ. നമ്മൾ ഓരോ മാസം കൂടുമ്പോൾ ചെറിയ മാറ്റങ്ങൾ. അപ്പൊ ചെറുവണ്ടികൾ ഒഴിവാക്കില്ല. ആ ഒരു സൈഡിലേക്കും വലിയ വണ്ടികൾ സൈഡിലേക്കും വരാം. അപ്പൊ യാർഡ് ഒന്നും കൂടി വലുതാക്കേണ്ടി വരും അല്ലേ? മോളുണ്ട്. 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. യാരിസ് 2019 യാരിസ് ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 12,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റെപ്പിന് യൂസ് ചെയ്താണോ? സ്റ്റെപ്പിന് എന്തായാലും മാറിയിട്ടുണ്ടാവും അല്ലേ? ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതിൽ വേറെ കാരണമോ, ഈ പ്രവാസികളായ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ ആരെങ്കിലും നാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ടൊയോട്ട യാരിസ് ഓട്ടോമാറ്റിക് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നോളി. നല്ല വണ്ടിയാണ്. മാത്രമല്ല ഒരു പുതിയ കാർ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് ഓടിച്ചു നോക്കി പോയിക്കോളി. പോയിക്കോട്ടെ. കാരണം അവർക്ക് മുതല, കാരണം ഒരു 6 മാസം കഴിഞ്ഞാൽ നിർത്തിയിട്ട് പോണ വണ്ടിയാ. അതേപോലെ NR യൂസ് ചെയ്ത വണ്ടിയാണ്. യൂസ് ചെയ്ത വണ്ടിയാണ്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 10 റുപ്യ. 10 ലക്ഷം റുപ്യ ലാസ്റ്റ്. 10 ലക്ഷം റുപ്യ നെറ്റ്. എത്ര ലോൺ കയറും? ഒരു 6 ലക്ഷം റുപ്യ 7 ലക്ഷം റുപ്യ ലോൺ കയറും. 3 ലക്ഷം റുപ്യ വണ്ടി നടക്കാം. യാരിസ് പെട്രോൾ ഓട്ടോമാറ്റിക്. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടന്റെ എത്തിയോസ്. 2019 വണ്ടി 50,000 കിലോമീറ്റർ ഓടി. ഏത് ഓപ്ഷൻ വരുന്നത്? VD ആണ് വരുന്നത്. ഡ്യുവൽ ടോൺ ആണ്. അലോയിലൊക്കെ ഇതിൽ തന്നെ വരുന്നതാണ്. ഇത് 50,000 കിലോമീറ്റർ ഓടിക്കുന്ന കമ്പനി സർവീസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല എത്തിയോസ് കാണാൻ കിട്ടാനില്ല. എത്തിയോസ് ഭയങ്കര ഡിമാൻഡുള്ള ടൊയോട്ടയിൽ അത്യാവശ്യം നല്ല ഭയങ്കര ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ് എത്തിയോസ്. എന്തായാലും എത്തിയോസിന് എനിക്ക് എൻക്വയറി ഉണ്ട്. ഞാനിപ്പോ ചോദിക്കുന്ന ഒരു 840 കൊടുത്താണ്. ഇപ്പൊ 840 ചോദിക്കുന്നത്. എത്ര ലോൺ കയറും? 6 ലക്ഷം ലോൺ കയറും. 6 ലക്ഷം റുപ്യ 240 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ നമ്മള് ഒരുപാട് ചെറുവണ്ടികൾ നോക്കി, ചെറിയൊരു പൈസക്കുള്ള ഒരുപാട് കാറുകൾ നോക്കി, ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു 3-4 വണ്ടികൾ നോക്കി. അപ്പൊ ഇത് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോവ് വരുന്നത് ജസ്റ്റ് 300 മീറ്റർ മാറിയിട്ടല്ലേ. നിങ്ങൾ ഇതിനെക്കാളും നല്ല നോമ്പിടിച്ചിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള മിക്ക വണ്ടികൾ പറഞ്ഞാൽ ഏതൊരു വണ്ടി നമ്മൾ ആൾട്ടോടി കാണിക്കാണ്ടല്ലേ. കാണിച്ചില്ല, നമ്മൾ പറഞ്ഞ ഡോക്യുമെന്റ് ക്ലിയർ ആയില്ല. ഡോക്യുമെന്റ് ക്ലിയർ ആയിട്ടില്ല. 2009 മോഡല് ഡോക്യുമെന്റ് ക്ലിയർ ആയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഡോക്യുമെന്റ് ക്ലിയർ ആയിട്ട് വീഡിയോ കാണുന്ന കസ്റ്റമർക്ക് വേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് സ്പോട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഏതൊരു വണ്ടിയാണ് നിങ്ങൾ ഇവിടുന്ന് വന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള യാർഡ് വർക്ക്ഷോപ്പിൽ പോയിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഇന്റെ ഒരു വാക്ക് കേട്ടിട്ട് സർക്കാരിന്റെ ഒരു വാക്ക് കേട്ടിട്ട് മാത്രം യൂട്യൂബ് കണ്ട് അല്ലെങ്കിൽ അവിടുന്ന് വിളിച്ച് വന്നാണ് ഞങ്ങൾ അവിടുന്ന് ചെയ്താൽ ഒന്നും പറയരുത്. നിങ്ങൾക്ക് വന്ന് പൂർണ്ണമായും സംതൃപ്തിയാണെങ്കിൽ മാത്രം ഒരു വീട്ടിലൊരു. കാരണം ഞാനിവിടെ വന്ന് ഒരു മണിക്കൂറായിട്ടുള്ള ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൊത്തത്തിൽ മെക്കാനിക്കൽ പരമായിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ കഴിയില്ല. കാരണം ഞാൻ ജസ്റ്റ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഏതൊരു വണ്ടി നിങ്ങൾ എടുക്കാൻ പോവാണ്, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അത്രക്കും ബെറ്റർ. ചെറുവണ്ടികൾ, അതായത് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി കാറുകളാണ് ഇവിടെ ഉള്ളത്. 2009 ആൾട്ടോ i10, അതുപോലെ തന്നെ ആൾട്ടോ 800, സാൻഡ്രോ, ഇയോണ്, വാഗ്നർ, ഇൻഡിക, അങ്ങനെ സെലേറിയ എല്ലാം ഒരുപാട് മോഡലുണ്ട്. അതായത് ചെറിയൊരു പൈസ ഒരു 50,000, 60,000, 70,000, 1 ലക്ഷത്തിനുള്ളിൽ വരുന്ന ഒരുപാട് കാറുകളുണ്ട്.
അതുപോലെ തന്നെ ആ വണ്ടികളൊക്കെ മിക്കതും നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആവുക. അപ്പോൾ സ്പോട്ടും കാര്യങ്ങളും നിങ്ങൾ മറക്കുന്നുണ്ടോ? അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഒരു പമ്പ. ഓക്കെ.